നരേന്ദ്രമോദിയെ ബിജെപിക്കാർ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയായി സ്വയം അവരോധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ക്യാമ്പയിന് സോളാർ തട്ടിപ്പ് കേസ് പ്രതി സരിത എസ്. നായരാണെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. എൽ.ഡി.എഫ് പാർലമെന്റ് സ്ഥാനാർത്ഥി സി.ബി. ചന്ദ്രബാബുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർത്തലയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് യുഡിഎഫിന്റെ ക്യാമ്പയിനർ ആരാണ്? സരിത എസ്. നായർ. അതേപോലെ തന്നെ മറ്റൊരു മാന്യനുണ്ട്, ഭൂമി തട്ടിപ്പ് കേസിലെ പ്രമാണി സലീം രാജ്. ഇവരുടെ എല്ലാം തന്നെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസ് വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രിയാണ് വേണുഗോപാൽ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് വ്യവസായികളെയും വ്യാപാരികളെയും എല്ലാം സമീപിച്ചിട്ട് സരിത കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഇലക്ട്രിസിറ്റി തരാം എന്ന് പറഞ്ഞ് കോടാനകോടി രൂപയുടെ അഴിമതിയാണ് നടത്തി. അഴിമതി കേസിലെ പ്രതിയാണ്. ജനങ്ങളുടെ കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തിയവരായ സരിത എസ്. നായർ, സലീം രാജ് എന്നിവർക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്ന് പറഞ്ഞ അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എ.കെ. ആന്റണി കേന്ദ്രത്തിൽ നിന്നും തിരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ച് കേരളത്തിലെത്തിയതെന്നും അഭിപ്രായപ്പെട്ടു. കോൺഗ്രസുകാർ രാജ്യം ഭരിച്ചു മുടിപ്പിച്ചതിന്റെ റെക്കോർഡാണ് മൻമോഹൻ സിംഗ് എന്നും വർഗീയ വംശഹത്യകളാണ് സംഘപരിവാറിന്റെ റെക്കോർഡെന്നും അച്യുതാനന്ദൻ പറഞ്ഞു. ഇരു ദുഷ്ടശക്തികളെയും ഭാരതത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ മൂന്നാം മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മതേതര കക്ഷികൾക്ക് കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 18 വർഷത്തോളം ആലപ്പുഴയുടെ എം.എൽ.എ. ആയും മന്ത്രിയായും എം.പി.ആയും പ്രവർത്തിച്ചിട്ടുള്ള സിറ്റിംഗ് എം.പി. കൂടിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതിൽ പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം പരാജയപ്പെട്ടവനായി മാറി നിൽക്കുകയാണ് ഉചിതമെന്നും അല്ലാത്തപക്ഷം ബാലറ്റിൽ നിന്ന് ജനം പുറന്തള്ളുമെന്നും അച്യുതാനന്ദൻ പറഞ്ഞു. ചേർത്തല 11 മൈൽ ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ തോമസ് ഐസക് എം.എൽ.എ, പി. തിലോത്തമൻ എം.എൽ.എ, സജി ചെറിയാൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു.